എന്താണ് അതിന്റെ ടോക്കൺ, അല്ലെങ്കിൽ എന്തിന്റെ ഉറപ്പാണ്? അത് അതിന്റെ മുകളിൽ പറയുന്നത് അറിയാമോ? അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ് ഉവ്വ് എന്നത്രേ. 20-ാം വാക്യത്തിൽ, ഫോർ ഓൾ ദ പ്രോമിസസ് ഓഫ് ഗാഡ് ഫൈൻഡ് ദെയർ യെസ് ഇൻ ഹിം, ദാറ്റ് ഈസ് വൈ വി അട്ടർ ആമേൻ ത്രൂ ഹിം ടു ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഓൾ ദ പ്രോമിസസ് ഇൻ, അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ മുഴുവൻ, വാട്ട് ഓൾ തിങ്സ് ഹി സെഡ്, അതിന്റെ എല്ലാം ദാറ്റ് വിൽ ഫൈൻഡ് ആൻ യെസ് ഇൻ ഹിം. അവൻ വാഗ്ദാനം ചെയ്ത സകലത്തിലും ആൻഡ് യു ക്യാൻ ഫൈൻഡ് ആൻ യെസ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ്, അത് നമുക്ക് ഉറപ്പാകുന്നത് എപ്പോഴാണ്? ബിക്കോസ് വി ഹാവ് ദ ഹോളി, ഹി ഹാസ് ഗിവൻ ദ ഹോളി സ്പിരിറ്റ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ടോക്കൺ മണി. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ട് അവൻ പറയുന്നതെന്നറിയാമോ? ഇത് ഞാൻ അങ്ങോട്ട് തന്നെന്നുള്ളതേ ഉള്ളൂ, നീ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി. ഐ എം ഗോയിങ് ടു ഗിവ് യു എ ലോട്ട് ഓഫ് തിങ്സ്. അവന്റെ പ്രോമിസസ് ഒത്തിരി ഉണ്ട്. അവന്റെ പ്രോമിസസ് എനിക്ക് ഇന്ന മാസം ഇത്രാം തീയതി എനിക്ക് ഇന്ന ജോലി കിട്ടുമെന്നുള്ള പ്രോമിസ് അല്ല. യുനോ, മെനി തിങ്സ് ദാറ്റ് ഹി ഹാസ് പ്രോമിസ്ഡ്. ആ പ്രോമിസസ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഹി ഗേവ് ഇൻ യുവർ ലൈഫ്, ഇൻസൈഡ് ഇൻ യു. നമ്മുടെ ഉള്ളിൽ അവൻ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിൽ ഉടനീളം അവൻ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോമിസും നടക്കാൻ പോകുന്നുള്ളത്. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കരയേറി പോകുന്നുവെങ്കിലും ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ശേഷം വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. That is his promise. And what is the guarantee or the token money for that? The Holy Spirit that he has given in your heart. നിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്ത് പറയുന്നത്? വാട്ട് ഓൾ തിങ്സ് ഹി പ്രോമിസ്ഡ് അബൌട്ട് ദ കമ്മിങ് വേൾഡ്, വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോമിസും ദൈവം നിർവഹിക്കും എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? ദ ടോക്കൺ മണി ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിനായി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ് അസ്. ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിഷയമല്ല? ഞങ്ങൾക്കറിയാം ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കൊന്ന് ആലോചിക്കണം. ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് ടെന്റ് എന്നാണ് ഉപയോഗിച്ചത്, കൂടാരം. പക്ഷെ സ്വർഗത്തിലെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യഭവനം. യു അണ്ടർസ്റ്റാൻഡ്? അവിടെ ടെന്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാണെന്നറിയാമോ? നമ്മൾ ഈ കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ സൈഡിലൊരു, നമ്മൾ ചിലപ്പോൾ പണിത് അങ്ങോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മളൊരു കെട്ടിടം പണിയാണെന്ന് വെച്ചോ, മേ ബി നമ്മളൊരു വെച്ചുകെട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ദിവസത്തേക്ക് താമസിക്കും, ഇല്ലേ? കാര്യം നമുക്ക് ഇപ്പോഴാണല്ലോ നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കെട്ടിടം പണിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെന്താ പറയുന്നത്? അതിൻ്റെ സൈഡിൽ നമ്മളൊരു ചെറിയൊരു ഒരു വെച്ച് കേട്ടോ, അല്ല എന്താ അല്ലേ, ഒരു ടെമ്പററി ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ പൈസ ഒന്നും മുടക്കുന്നില്ല. ചിലപ്പോൾ ഓല കൊണ്ട് എന്താ മറിച്ചായിരിക്കും, അല്ലെങ്കിൽ ടെൻ്റ് അടിക്കുകയായിരിക്കും. ആൻഡ് വി ലിവ് ദെയർ ഫോർ മേ ബി 2 months or 3 months. അത് നമ്മൾ വീട് പണിയുന്നത് വരെ ഒന്ന് കയറി കിടക്കാനും നമ്മുടെ സാധനമെല്ലാം ഇടാനും ഒക്കെ ഉള്ളൊരു ടെൻറ്റ്. അതാണ് ഇവിടെ കൂടാരം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കൂടാരമായ, എക്സാക്ട്ലി ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. എന്താ? ഒരു വലിയ വീട് പണിയുന്നതിന്റെ സൈഡിൽ ആ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് താമസിക്കാനുള്ള ചെറിയ ഒരു സ്ഥലം, ഒരു അഡ്ജസ്റ്റ്മെന്റ്. അതിനു വേണ്ടി കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി. ദി അതർ വൺ ഈസ് എ ഹൗസ്, ആൻഡ് ദാറ്റ് ഈസ് എൻ ഇറ്റേണൽ ഹൗസ്. അതിനെ ടെന്റ് എന്നല്ല വിളിക്കുന്നത്, ബിക്കോസ് ദാറ്റ് ഈസ് പെർമനന്റ് ആൻഡ് യു ആർ ഗോയിങ് ടു ലിവ് ഫോർ എവർ ആൻഡ് എവർ ആൻഡ് എവർ ആൻഡ് എവർ ആൻഡ് എവർ ആൻഡ് എവർ. അപ്പോൾ അതിന് മുമ്പ് എന്താണ്? ഇൻ ഫ്യൂ വീക്സ് ഓർ നമ്മൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ എല്ലാം വന്ന് താമസിക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഭൂമിയിലെ നമ്മളുടെ ഭവനം എന്ന് പറയുന്നത്. ഭൂമി നമ്മുടെ ഭവനം. കൂടാരമായി ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അത് പ്രശ്നമൊന്നുമല്ല. കൂടാരത്തിൽ ഞങ്ങൾക്ക് എന്താ? സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരു നിത്യഭവനം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. അവിടെ പറയുന്നത്, ഇൻഫാക്ട് അവിടെയും we will have a body but that is not an earthly body. ഞങ്ങൾ അവിടെ നഗ്നരായിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേക്കഡ് എന്നുള്ള അർത്ഥമല്ല അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ചെന്നാലും ഞങ്ങളിങ്ങനെ ആത്മാവിനെ പോലെ ഒഴി നടക്കുമൊന്നുമല്ല. വി ഹാവ് എ ബോഡി ബട്ട് ദാറ്റ് വിൽ ബി എ ഹെവൻലി ബോഡി, നോട്ട് an earthly body. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തുണ്ട്?
ഒരു ശരീരമുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് എ ഹെവൻലി ബോഡി. എന്നിട്ട് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ, ഉണ്ടോ, അതങ്ങ് ഇത് കളഞ്ഞേച്ച് പോകാന്നുള്ളതല്ല, മീതെ ഉടുക്കുക. ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ദോസ് തിങ്സ്. എന്നിട്ട് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയാമോ? അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിപ്പയറിങ് അസ്, ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ താഴെ പറയുന്നതെന്നറിയാമോ? ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നും അറിയുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് എപ്പോഴും ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാം, മോനെ ടെമ്പററി ഷർട്ട്, നീ എന്തിനാണ് ഇതിനെ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? വൈ യു ആർ വറിയിങ് അബൌട്ട് climate, why you are worrying about your food, why you are worrying about these kind of things? This is only for a few days. And your Lord is preparing a house for you, and your Lord is preparing a mansion for you. In fact, translation ഒന്നുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഈ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം എന്നുള്ളതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മെനി മാൻഷൻസ്, അല്ലാതെ നോട്ട് ജസ്റ്റ് ഹൗസ്, മാൻഷൻസ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മാൻഷൻസ് ഉണ്ട്. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനോട് പറയാണ്, വൈ യു ആർ തിങ്കിങ് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്? ദിസ് ഈസ് ഓൺലി ഫോർ ഫ്യൂ ഡേയ്സ്. നീ ഇതിനെക്കുറിച്ചൊക്കെ എന്തിനാ ആലോചിക്കുന്നത്? നീ എന്തിനാ ഇതിന്റെ ഫുഡിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? നീ എന്തിനാ അസുഖത്തിന്റെ കാര്യമൊക്കെ ആലോചിക്കുന്നത്? നീ എന്തിനാ ഇത് നിനക്കത് പ്രയാസമാണെന്നൊക്കെ ആലോചിക്കുന്നത്? ദിസ് ഈസ് ഓൺലി ഫോർ. അതുകൊണ്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവിനോട് പറയും, യു ആർ എ സ്ട്രേഞ്ചർ, അല്ലേ? കർത്താവിനോട് കർത്താവിനോട് അകന്ന് പരദേശികളാകുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവിനോട് വിട്ട് പരദേശികളാണെന്ന് ഞങ്ങൾ അറിയുന്നു. വി നോ വി ആർ സ്ട്രേഞ്ചേഴ്സ് ഇൻ ദിസ് ലാൻഡ്. അത് നമുക്കറിയാൻ വയ്യ. അതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടെന്നറിയാമോ? ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. പരിശുദ്ധാത്മാവ് നമുക്ക് റിയാലിറ്റി ആണെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിന് എന്താണെന്നറിയാമോ? നമുക്കറിയാം, this is a strange land. We are strangers here. We are not citizens of this world. അത് നമുക്കറിയാം, ഹൃദയത്തിൽ അറിയാൻ പറ്റും. എന്നാൽ ഇവിടെ താമസിക്കുന്നത് നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല, ഇല്ലേ? ഇവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഇച്ഛിക്കുന്നു. പൗലോസ് പറയാണ്, ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ്. ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവിടെ ചെന്നാലും ആരുടെ കൂടെ ആയിരിക്കും? കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും, ഇല്ലേ? ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ബിഗ് ഡിഫറൻസ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് എ റിയാലിറ്റി ടു മീ. പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്ന യേശു എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഇറ്റ് ഡസൻറ്റ് അഫക്റ്റ്. വേറെ ഒന്നുമില്ല, വേറെ യാതൊരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഈ നമ്മൾ വളരെ കഷ്ടകരമായ ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയോട് ചോദിക്കുകയാണ്, നീ ഇവിടെ വേണമെങ്കിൽ സുഖമായിട്ട് ജീവിച്ചോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ കഷ്ടപ്പെടാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി സ്നേഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? എനിക്കങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ, ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കുകയാണെന്നാണോ സാധാരണ പറയുന്നത്? ഇപ്പോഴൊക്കെ അങ്ങനെ പറയുമായിരിക്കും, ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആയി. പക്ഷേ നോർമലി വാട്ട് ഡു വി സേ? എനിക്കത് എന്തോ കഷ്ടതയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇതുപോലെ നമ്മൾ കർത്താവിനോട് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഐ എൻജോയ് ഹെവൻ ഹിയർ ബിക്കോസ് ഐ ആം ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഞാൻ സ്വർഗം അനുഭവിക്കുന്നുണ്ട്. പൗലോസ് പറയാണ്, ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ ഇവിടെ ചിലപ്പോൾ താമസിക്കാൻ കൂടുതൽ, ഇപ്പം ഫിലിപ്പി ലേഖനത്തിലെ 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, എനിക്കങ്ങ് പോകുന്നത് നല്ല കാര്യമാണ്, പക്ഷേ നിങ്ങൾ നിമിത്തം ഇവിടെ ജഡത്തിലിരിക്കുന്നത് ആവശ്യമായതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ തന്നെ എന്ത് ചെയ്യുന്നു? കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ഇവിടെ ഇരിക്കാൻ തന്നെ. അപ്പം സ്വർഗത്തിൻ്റെ ആ വലിയ സന്തോഷവും ഒന്നും അല്ല പൗലോസിന്റെ വിഷയം. എന്താണ് പൗലോസ് പറയുന്നത്? ദ ലോർഡ് ഈസ് വിത്ത് മീ. അവനെ സംഹൗ എനിക്ക് പ്രസാദിപ്പിക്കണം. യു ഗെറ്റ് മീ? ഇവിടെ പറയുന്നത് ഞങ്ങൾ ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പൗലോസ് പറയാണ്, കർത്താവിന് ഇഷ്ടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് നമ്മളുടെ പ്രശ്നം. എന്താണ് കർത്താവിന് പ്രസാദകരം എന്നുള്ളതാണ്, അല്ലാതെ സ്വർഗവും ഭൂമിയും ഒന്നുമല്ല നമ്മുടെ വിഷയം. എന്താണ്? വി ഹാവ് ടു പ്ലീസ് ഗോഡ്. ശരീരം വിട്ടാലും എന്താണ്? ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ഇഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് എങ്ങനെയാണ് നമ്മളത് അറിയുന്നത്? കാരണം പരിശുദ്ധാത്മാവിനെ അവൻ ഗ്യാരണ്ടി ആയിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്? ഐ വിൽ ബി വിത്ത് ഹിം ആൻഡ് മൈ ലോർഡ് ഈസ് പ്രിപ്പയറിംഗ് മാൻഷൻസ് ഫോർ മീ. മാൻഷൻസ് അല്ല അതിനകത്തെ വിഷയം, ഐ വിൽ ബി വിത്ത് ഹിം.
അതാ അതിനകത്തെ വിഷയം. പൗലോസ് പറഞ്ഞു ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തുവാ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് അത്യുത്തമമാണ്. അല്ലാതെ അവിടുത്തെ സ്വർഗമൊന്നുമല്ല വിഷയം. എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇവിടെ ഇരിപ്പാൻ. അന്നേരം എനിക്ക് പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് സഭകളെക്കുറിച്ചുള്ള ഭാരം അങ്ങനത്തെ ഭാരങ്ങളൊന്നും ഇല്ല. ഐ ജസ്റ്റ് എൻജോയ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഐ വിൽ ബി വിത്ത് ഹിം. അതല്ലാതെ പൗലോസിന് വേറെ ആഗ്രഹമൊന്നും. പൗലോസിന്റെ ആഗ്രഹത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വരാൻ പോകുന്ന നിത്യഭവനം നമ്മുടേതാണെന്നുള്ള ഉറപ്പ് തരുന്ന അനുഭവമാണ്, ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. എഫെസ്യ ലേഖനത്തിൽ നിന്നൂടെ ഉള്ള ഒരു ഭാഗം ഈ ഗ്യാരണ്ടി എന്ന നിലയിലുള്ളത് ഞാൻ വായിക്കാം. അത് എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു ഭാഗമാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. സി, അവിടെ പറയുന്ന ഭാഗം എന്താണ്? ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി ഓഫ് അവർ ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ്. നമ്മുടെ വാഗ്ദത്തത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഐ വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അത് ഈ ഭാഗം അത്ര ക്ലിയർ അല്ല മലയാളത്തിൽ, അതുകൊണ്ട് ഞാൻ പറയാണ്. ഇവിടെ വേഴ്സ് 13 പറയുന്നത്, In him you also who have heard the word of the truth and the gospel of your salvation and have believed in him were sealed with the promised Holy Spirit. Promised Holy Spirit. പരിശുദ്ധാത്മാവ് നേരത്തെ വാഗ്ദാനം ചെയ്ത അത് a promised Holy Spirit, which is the guarantee of our inheritance until we acquire possession of it. You understand? നമ്മൾ അതൊന്ന് പ്രാപിക്കുന്നത് വരെ, until we acquire possession of it. അതിന് മുമ്പുള്ള ഗ്യാരണ്ടിയാണ്. അതായത് നമ്മളത് കൈവശമാക്കുന്നത് വരെ. എന്ത്? നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന ആ വരാൻ പോകുന്ന ലോകം ഒന്ന് പൊസസ് ചെയ്യുന്നത് വരെ അത് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിനുള്ള ഗ്യാരണ്ടിയാണെന്ത്? പരിശുദ്ധാത്മാവ്. ആൻഡ് ഓൾസോ എന്താ നമ്മൾ പൊസസ് ചെയ്യാൻ പോകുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് until we the possession of it, the praises of his glory. അവന്റെ മഹത്വം, അവന്റെ മഹത്വത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്, അല്ലേ? പിന്നത്തേതിൽ അവൻ എന്നെ എന്ത് ചെയ്യും? മഹത്വത്തിലേക്ക് കൊണ്ടുപോകും. സോ ഇവിടെ അവന്റെ മഹത്വത്തിൽ ഞാൻ പങ്കാളിയാണ്. ഞാനത് അക്വയർ ചെയ്യും. അക്വയർ ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നിട്ട് പറഞ്ഞാണ്, നീ ഒന്ന് ടേസ്റ്റ് ചെയ്തോളാം. Until we acquire what all things that is reserved for me in heaven, he has given the Holy Spirit and asked me to taste it. നമ്മൾ ഈ കട സാധനം വാങ്ങിക്കാനൊക്കെ, സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരുമല്ലോ, നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇല്ലേ? എന്നതുപോലെ സ്വർഗത്തിലെ എൻ്റെ സന്തോഷം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം എന്ത് തന്നിരിക്കുകയാണ്? പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ സന്തോഷിക്കുമുണ്ടല്ലോ, ഇന്ന് സ്വർഗത്തിലെ സന്തോഷത്തിന്റെ ഒരു ചെറിയ തുണ്ട് അവൻ ഇങ്ങോട്ടേക്ക് തരിക. യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് ഐ ആം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഐ എൻജോയ് ഹെവൻ ഹിയർ. ബിക്കോസ് ഐ നോ വാട്ട് ഹെവൻ ഈസ്. ദ ഹെവൻ ഈസ് ഇൻ മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്. അവൻ എനിക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുകയാണ്. എന്ന് തന്നെയല്ല, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൻ സോ ദാറ്റ് വി മേ പ്രൈസ് ഓർ അപ്രീഷിയേറ്റ് ദ ഫ്യൂച്ചർ ഗ്ലോറി. വരാൻ പോകുന്ന മഹത്വത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, വരാൻ പോകുന്നതിനെ ഇവിടെ ഇരുന്ന് കണ്ടോണ്ട്. യു ഗെറ്റ് മൈ പോയിന്റ്? You know why the Holy Spirit is given? Because we can enjoy and appreciate what is going to get, and we know what it will be, because he has given the Holy Spirit as a guarantee or a token money or even a piece of it. Holy Spirit is a piece of heaven. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നതാണ്. ആത്മാവ് എന്താ ചെയ്യുന്നറിയാമോ? When I am drawn or when I am weak, the Holy Spirit will help me to see what all my future glory is. എൻ്റെ ഭാവി മഹത്വത്തെ അവൻ ആ ഭാവി മഹത്വങ്ങളുടെ ലോകത്തിൽ എന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട്, മോനെ ഒന്ന് കണ്ടോടാ, ഇതൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആത്മാവ് എന്നെ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സ്റ്റേജ്.